മീന് 3 പുഴ തോണിക്ക് കടത്തിയിട്ട് തലച്ചുമടേറ്റിയിട്ട് നമ്മളെ മലപ്പുറം കൊടുന്ന് വിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് 2020 നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു 10 kg മീൻ, ഏത് മീനോ ആട്ടെ, അയിലെ മത്തിയോ ചമ്പാനോ ഏതെങ്കിലും വാങ്ങിയിട്ട് നമ്മളെ കാക്കഞ്ചേരിയുള്ള കിങ് ഫ്രൈ കൊണ്ടുപോയി കൊടുത്തിട്ടെങ്ങാനുണ്ടെങ്കിൽ ലോകത്തുള്ള ഏത് രാഷ്ട്രത്തിനും എത്തിക്കാനുള്ള സംവിധാനത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മളെ ലക്ഷക്കണക്കിന് പ്രവാസികൾക്കുള്ള ഒരു ബഹുമതിയായിട്ട് നമ്മൾ കണക്കൂട്ടണ്ടേ. നമ്മളെ നാടുകളിൽ ഉണ്ടായിരുന്ന ചായപ്പീടികളിൽ ആളുകൾ പോയിട്ട് ചായപ്പൊടി ഏൽപ്പിക്കും, അടുത്ത പ്രാവശ്യത്തെ ചായപ്പൊടി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. അതായത് നല്ല ചായപ്പൊടി എനിക്ക് വേണം, ഞാൻ പൈസ പിന്നെ തരാം എന്നുള്ളതല്ല പറയണത്. ആ ചായപ്പീടിയക്കാരൻ അയാൾ ചായ കാച്ചി ഉപയോഗിച്ച് ഒരു നിലക്കും പറ്റൂല എന്ന് കാണുന്നത് പുറത്ത് വലിച്ചെറിയല്ലോ. ഈ ചണ്ടി പുറത്ത് വലിച്ചെറിയല്ലോ. ഈ ചണ്ടി എന്ത് ചെയ്യും? പാവപ്പെട്ട നമ്മളെ നാട്ടിലുള്ള ആളുകൾ, നമ്മളെ വാപ്പാരല്ലെങ്കിൽ നമ്മളെ വെല്ലിപ്പാർ അത് വാങ്ങിക്കൊടുന്നിട്ട് നമ്മളെ വീട്ടിൽ ചായ ഉണ്ടാക്കുമ്പോൾ ഈ പൊടി ഇട്ടിട്ട് കുട്ടികൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ കുടിക്കും. കാരണം നല്ല ചായപ്പൊടി വാങ്ങാനുള്ള പൈസ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് 2020 ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ചായപ്പൊടി ഒരു ദിവസം 4-5 നേരം യഥേഷ്ടം ഉപയോഗിക്കുന്ന തരത്തിക്ക് നമ്മളെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ വിയർപ്പില്ലേ അതിൽ? ഇല്ലേ? നമ്മളെ നാട്ടിൽ ഒരു കല്ലടി മെഷീനോ ഒരു കുഴൽക്കിണറിന്റെ മെഷീനോ വന്നാൽ ആ നാട്ടിലുള്ള ചെറിയോലും വലിയോലും ആയ ആളുകൾ മുഴുവൻ ഭയങ്കര അത്ഭുതത്തോടെ അത് പോയി കണ്ടിരുന്നൊരു കാലം ഉണ്ടായി നമുക്ക്. ആ കാലത്ത് നിന്ന് നമ്മളുടെ വീടുകളിൽ മുഴുവൻ വാഹനങ്ങളാവേണ്ട ഒരവസ്ഥയ്ക്ക് നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ നാടും വീടും വിട്ടിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമല്ലേ? നിങ്ങൾ ആലോചിച്ചുണ്ടോ? ലോകത്തിൽ 2 തരം തടവറകളാണ്. ഒന്ന് കുറ്റം ചെയ്ത ആളുകളെ കൊണ്ടിടുന്ന ജയില്, രണ്ടാമത്തെ ഒന്ന് നാടും വീടും കൂടൊക്കെ വിട്ടിട്ട് അന്യ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന പ്രവാസി നിൽക്കുന്ന റൂമുകൾ. 8-10 ആളുകൾ വളരെ കുറഞ്ഞ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. എന്നാലോ ഒരു പ്രവാസി ഇവിടുന്ന് കയറി പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ അയാളൊരു ടാങ്കും നമ്മളൊരു ടാപ്പും ആകുമ്പോഴേ നമ്മളെ നാട്ടിൽ കണ്ടിട്ട് കാണുന്നില്ല, അവൻ്റെ പെരയിലൊരു ടാപ്പ് അതിങ്ങനെ തുറന്നു നോക്കും കുറച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോഴത്തേനും അവൻ്റെ മഹല് വകകളൊരു ടാപ്പ് ഉണ്ടാവും, അതൊന്ന് തുറന്നു നോക്കും മഹലിൻ്റെ ആളുകൾ. അപ്പോഴത്തേനും അവൻ്റെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളുടെ കല്യാണങ്ങൾ, വീട് വെക്കൽ, അത്തരം കാര്യങ്ങൾക്ക് അവരൊന്ന് തുറന്നു നോക്കും. പിന്നെ സംഘടനകൾ നടത്തുന്നുണ്ട്, അതൊന്ന് നോക്കും. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. പ്രവാസി എന്ന് പറയുന്ന ടാങ്ക് ഒരിക്കലും നിറയൂല. അയാളുടെ മരണം വരെ അധ്വാനിച്ചാൽ അത് അറിയാൻ പോണില്ല. കാരണം അത് നിറയുന്നതിനനുസരിച്ച് അതിങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനുഷ്യനെ പരസ്പരം സഹായിക്കുന്ന രീതി വരെ പ്രവാസികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട. നമ്മളെ നാട്ടിൽ പഴയ കാലത്തൊക്കെ പൈസ ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? കുറുക്കല്യാണം എന്നൊരു പരിപാടി ഉണ്ട്. അതായത് ഒരു കൊല്ലത്തിൽ ഒരു വട്ടം ഞാൻ പീടിയിൽ വെച്ച് നടത്തുന്ന ഒരു പരിപാടി. അപ്പോൾ നിങ്ങളൊരു 5 റുപ്യ അതിൽ എഴുതും. അപ്പോൾ എഴുതി കറക്റ്റ് വെക്കണം. അപ്പോൾ അതിന് വേറെ ആൾ വന്നിട്ട് 5 റുപ്യ. അങ്ങനെ ഈ നാട്ടിലുള്ള എന്നെ അറിയുന്ന ആളുകൾ മുഴുവൻ എനിക്ക് 5-10 ആയിട്ട് തരും. എന്നാൽ എൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് എൻ്റെ പേരെ കെട്ടി മേയാനോ എൻ്റെ ഒരു മകളെ കെട്ടിക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കേണ്ട പൈസ. നേരെ മറിച്ച് ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം പല രീതിയിൽ ചാരിറ്റികൾ ചെയ്യുന്നത് ഈ നവമാധ്യമങ്ങളിലൂടെ. ഏതെങ്കിലും ഒരു പൈസ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട? എന്തിനാ കൂടുതൽ പറയുന്നത്? 24 മണിക്കൂറോട് 1.5 കോടി റുപ്യ ഫേസ്ബുക്കിലൂടെ കളക്ട് ചെയ്യാൻ മാത്രം ഫിറോസ് കുന്നംപറമ്പിൽ വളർന്നുവെങ്കിൽ അത് നമ്മളുടെ കേരളത്തിലുള്ള പ്രവാസികളുടെ വളർച്ചയാണ്. ഇപ്പോൾ കേരളത്തിൽ എല്ലാ മൂലയിലും മുക്കിലും ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ തലത്തിലാണെങ്കിലും കേരള തലത്തിലും കേന്ദ്ര തലത്തിലും പ്രതിപക്ഷ തലത്തിലും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് പ്രവാസിയാണ്. പ്രവാസി എന്ന് പറയുന്നത് ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, പൊന്മുട്ടയിടുന്ന താറാവിന് എല്ലാം മുടുകയും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മറക്കണതും പിന്നെ മുടുകൊന്നും കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ ഇപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പ്രവാസികളെ ഒരു വാക്ക് കൊണ്ടാണെങ്കിൽ ആശ്വസിപ്പിക്കുക. എങ്ങനെയാണ് അവരിപ്പോൾ സഹായിക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സഹായിച്ചിരിക്കണം. കാരണം നമ്മളെ നാടിൻ്റെ നെട്ടല്ലായ ആളുകൾ ഇന്ന് വളരെ പ്രയാസത്തിലാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഈ സമയത്ത് നമ്മൾ പ്രവാസിനെ തന്നെയാണ് ഓർക്കേണ്ടത്. പ്രവാസിനെ കാര്യം തന്നെയാണ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത്രയൊക്കെ കേരളം പ്രവാസിനെ കൊണ്ട് നേടിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രവാസിനെ സംരക്ഷിക്കൽ നമ്മളെ ഉത്തരവാദിത്തം. നമ്മളെ നാടിൻ്റെ സമ്പത്തിൻ്റെ നെട്ടല്ലാണത്. ഡോക്ടർമാരെ ലാക്കട്ടർമാരെന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾ നോക്കൂ, ആയിരക്കണക്കിന് ഡോക്ടർമാർ വളർന്നു വന്നിട്ട് ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളും ജോലി ചെയ്യേണ്ട മലയാളികൾ. അറിയാലോ, ഇതൊക്കെ പ്രവാസിയുടെ സംഭാവനയാണ്. നമ്മളെ നാട്ടിൽ കാണുന്ന 100 കണക്കിന് കോളേജുകൾ, ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ലോകത്ത് വിജയിക്കാൻ കഴിയുന്ന ഏക ജീവി മനുഷ്യനാണ്. വേറൊരു ജീവിക്കും വിജയിക്കാനും പരാജയപ്പെടാനും കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് കാണുന്ന കുറുക്കൻ്റെ പരിപാടി എന്താ? കോയിനെപ്പിടുത്തം പോയി കാട്ടിൽ പുല്ലാണി പന്തിരോ അങ്ങനെ. എൻ്റെ ഇപ്പം ജീവിച്ചിരുന്ന 1980 കാലഘട്ടത്തിലെ കുറുക്കൻ്റെ പണി എന്തായിരുന്നു? കോയിനെപ്പിടുത്തം തന്നെയാണ്. അപ്പം എൻ്റെ വല്യാപ്പ ജീവിച്ചിരുന്ന 1920 കാലഘട്ടത്തിലെ കുറുക്കൻ്റെ പണി എന്താ? അന്നും ഈ കുറുക്കനെ കോയിപ്പിടുത്തം തന്നെയാണ്. നേരെ മറിച്ച് നമ്മളെ വല്യപ്പാൻ്റെ നമ്മളപ്പാൻ്റെ രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, സാമൂഹികമായിട്ടൊക്കെ ഒരുപാട് അഭിവൃദ്ധി നമ്മൾ നേടിയിട്ടുണ്ടാകും. അപ്പം മനുഷ്യന് ഉയരണം എന്ന് കരുതി കഴിഞ്ഞാൽ മനുഷ്യൻ അങ്ങേയറ്റം വരെ ഉയരാൻ കഴിയും. താവാൻ പറ്റുകയെന്ന് വെച്ചാൽ മനുഷ്യൻ അങ്ങേയറ്റം വരെ താവാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉന്നത നിലവാരത്തിൽ നമ്മൾ കേരളക്കാരെത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു സംശയവും വേണ്ട, അത് ലക്ഷക്കണക്കിന് ആളുകൾ വീടും കൂടും വിട്ട് അന്യ രാജ്യങ്ങളിൽ പോയിട്ട് അധ്വാനിച്ചിട്ട് അവരവിടുന്ന് അയക്കുന്ന പൈസയുടെ ഒരു വിഹിതം പല രീതിയിൽ നമ്മളെടുത്ത് എത്തിയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ നല്ല രീതിയിൽ നമുക്ക് വളരാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രവാസി നമ്മളുടെ ഏതൊരു വളർച്ചയിലും
വിദ്യാഭ്യാസമാണെങ്കിലും സാംസ്കാരികമാണെങ്കിലും സാമൂഹികമാണെങ്കിലും എന്തിനധികം രാഷ്ട്രീയപരമായിട്ടുള്ള വളർച്ചകളാണെങ്കിലും അത് പ്രവാസിയുടെ ഒരു മുതൽക്കൂട്ട് അതിലുണ്ട്. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. പ്രവാസി തന്നെയാണ് കേരളത്തിന് നട്ടല്, അതിലൊരു സംശയമില്ല. ഇപ്പോൾ മനസ്സിലായോ പ്രവാസി എന്താ കേരളത്തിന് തന്നു എന്നുള്ളത്? ഓക്കെ സൈനിക, അപ്പോൾ പ്രവാസികളുടെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇനി നമ്മളുടെ കേരളത്തിലാണെങ്കിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഏതെങ്കിലും വിഭാഗങ്ങളുണ്ടോ? നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയ വിഭാഗങ്ങളുണ്ടോ? നിർബന്ധമായിട്ടും. ഇനി നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ കേരളത്തിന് മാത്രമല്ല ലോകത്തിൻ്റെ ടോട്ടൽ എടുക്കുകയാണെന്ന് വെച്ചാൽ ആർക്കും വേണ്ടാത്ത എന്നാൽ എല്ലാവർക്കും വേണ്ട ഒരു വിഭാഗമുണ്ട്, കർഷകർ. നമുക്കറിയാലോ, ഒരു കർഷകന് മരണസമയത്ത് അയാൾ പിന്നിക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത വളഞ്ഞ ഒരു നട്ടലും ശരിക്കും ശ്വാസം കിട്ടാത്തൊരു നെഞ്ചുകൂടാണ് ആകെ ബാക്കി ഉണ്ടാവുക. എന്നാൽ കർഷകൻ ആരാ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും നല്ലൊരു മജീഷ്യനാണല്ലോ മുതുകാട് ഒരു സ്റ്റേജിൽ വന്നിട്ട് ഒരു നെല്ലിൻ്റെ വിത്ത് ഒരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പട്ടിട്ട് അയാൾ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ നെല്ലിൻ്റെ വിത്ത് ഇങ്ങനെ മുളച്ച് വന്ന് അതിങ്ങനെ വളർന്ന് വലുതായി കതിരിട്ട് വളഞ്ഞു പോയി നമുക്ക് കാണിച്ചു തരും. 2-3 നിമിഷം മാത്രം. നേരെ മറിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കാരണക്കാരനായ ഒരു കർഷകൻ ചേറിലും ചളിയിലും നിന്നിട്ട് ഒരു വിത്ത് ഭൂമി കിട്ടാൽ 6 മാസം കഴിയാതെ ഒരിക്കലും വിളവ് കിട്ടൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ഒഴിവാക്കപ്പെടുന്ന മൈൻഡ് ചെയ്യപ്പെടാത്ത ഒരു വിഭാഗം ആളുകളാണ് കർഷകർ. സത്യത്തിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈ സാധനം കിട്ടാതായുള്ളൊരവസ്ഥ. നമ്മുടെ കയ്യിൽ കുറേ പൈസ ബാങ്കിലുണ്ട്, നമുക്കത് വരി തിന്നാൻ കഴിയുമോ? അപ്പം ലോകത്ത് വിത്തിട്ട് മുളപ്പിക്കുന്ന ആളുകൾക്ക് നമ്മൾ അർഹിക്കുന്ന അംഗീകാരം ഇനിയെങ്കിലും കൊടുക്കണം. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഏത് സർക്കാരിനാണെങ്കിലും സ്വകാര്യ വ്യക്തിക്കാണെങ്കിലും ഒരു 8-10 മാസത്തിനുള്ളത് സംഭരിച്ചു വെക്കാൻ കഴിയുള്ളൂ നമുക്കൊക്കെ അറിയാലോ. അപ്പോൾ ഇത് ഭൂമിയിലിട്ട് വിളയിച്ച് ഉണ്ടാക്കുന്ന മനുഷ്യണ്ടല്ലോ, ആ മനുഷ്യന്മാരോട് നമുക്ക് അങ്ങേറ്റത്തൊരു കടപ്പാട് ഇനിയെങ്കിലും ഉണ്ടാവാം.